ആനന്ദ് സാർ, ആനന്ദ് സാർ, ആനന്ദ് സാർ. എത്തി കാറിലുണ്ട്. ആനന്ദ് സാറിനെ വിളിക്കേ. ആനന്ദ്, ആനന്ദ് സാർ, ആനന്ദ്, ആനന്ദ് സാർ. എന്താടോ നമ്പീശ, ഇയാളെന്താ ഇവിടെ? പറഞ്ഞേ. എന്താ കഥകളി കളിക്കാ? ഒരു കണക്കിന് കഥകളിയാണ്. കഥ സീതാ സ്വയംവരം. മനസ്സിലായില്ല. ആ കാറിന്റെ അടുത്തോട്ട് എന്നെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ കാരണത്ത്? അത് പോയി നോക്കിയാലല്ലേ അറിയൂ. എനിക്കറിയാം, ഞാൻ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. ഐ എം സോറി. ഐ എം റിയലി സോറി. ശരിക്കും സോറി പറയണ്ട. ആനന്ദ്, എന്നോടല്ല സോറി പറയേണ്ടത്, ഭാസ്കരനോടാ. കുഞ്ഞുണ്ണിയുടെ പാവം അച്ഛനോട്. കുഞ്ഞുണ്ണി അവന്റെ അച്ഛനെ വിട്ടുകൊടുക്കണം. ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ അവന്റെ അച്ഛനോടൊപ്പം യാത്രയാക്കണം. കുഞ്ഞുണ്ണി എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ സീത പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ കാരണം ഇനി ഒരാളും വേദനിക്കാൻ പാടില്ല. വരൂ, അതിരിക്കാം. ഹലോ. ഹലോ ആനന്ദ്, കൺഗ്രാറ്റുലേഷൻസ്. ഒടുവിൽ നീ ജയിക്കുന്നു അല്ലേ? ഇനി പറ, എന്നാ നിങ്ങളുടെ മുന്നേറ്റം? യാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ലേക്കിന് പിന്നിലുള്ള ആ പഴയ ബംഗ്ലാവ്. സംശയിക്കണ്ട, ഞങ്ങളുടെ കൂടെ ബോസും ഉണ്ട്. ബോസോ? ബോസ് ഇവിടെ വന്നു, പറന്നു വന്നു. ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു കൊച്ചു സമ്മാനവുമായിട്ട്. അതെന്താണെന്ന് അറിയണ്ടേ? നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആ ചക്കരക്കുട്ടനില്ലേ, ഉണ്ടക്കണ്ണൻ, കുഞ്ഞുണ്ണി, അവന്റെ ജീവൻ. പ്ലീസ്, അവനെ ഒന്നും ചെയ്യരുത്. ഞാൻ വരാം. അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഇവിടെ എത്തിക്കാൻ മറ്റൊരു വഴിയും കണ്ടില്ല. നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ കുഞ്ഞുണ്ണിയെ അവിടെ എത്തിക്കും, ജീവനില്ലാത്ത കുഞ്ഞുണ്ണിയായി. ഹലോ, ഹലോ. ആനന്ദ്, കുഞ്ഞുണ്ണിക്ക് എന്താ പറ്റിയത്? എന്താ സാർ സംഭവിച്ചത്? ആനന്ദ്, അത് കുഞ്ഞിന് ബോസിന്റെ കാര്യം. അവരവനെ എനിക്കിവിടെ എത്തണം. ആനന്ദ്, ആനന്ദ്. അയ്യോ ഭാസ്കര, സംസാരിച്ച സമയം കളയരുത്. എല്ലാം ഞാൻ പറയാനൊരു കോപ്പും പറയണ്ടോ? താനല്ല ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞല്ലേ? ടീച്ചറെങ്കിലും എന്നെ മനസ്സിലാക്കുന്നേ വിചാരിച്ച. വായിച്ചു നോക്ക്, അവനവന്റെ ഡാഡിയുടെ അടുത്ത് ഉണ്ടാക്കാൻ പോവാ. എന്റെ മോൻ ഞാൻ പോകുന്നു എന്റെ ഡാഡിയുടെ അടുത്തേക്ക്. എന്നെ വിടാൻ. ആണുങ്ങൾക്ക് ചേർന്ന കളിയല്ലാതെ കുഞ്ഞിനെവിടെ? ബഹളം വയ്ക്കാതെ. നിന്റെ കുഞ്ഞിന് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ വിട്ടുകയറുന്നതിന് മുമ്പ് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നീ ബോസുമായി ഒരു ധാരണയിലെത്തണം. നീ ഈ പറഞ്ഞ ബോസിനെ നിന്നേക്കാ മുമ്പ് എനിക്കറിയാടാ. ആ എന്നെ ട്രാപ്പ് ഇത്ര കളി കളിച്ചോണ്ടല്ലോ. കമോൺ, വിളിക്കണ ബോസിനെ. Andrews. No, Andrews Isaac. That's my full name. ഇങ്ങനെ ഒരു കളി നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? കളികളുടെ രാജാവായി ആൻഡ്രൂസ്. ഇപ്പോ കളിക്കുന്നത് നിന്റെ എല്ലാമായിരുന്ന ബോസിനെതിരെ. വേണ്ട മോനെ, ഇവരിപ്പോ എന്റെ കുട്ടികളാ. കണ്ണും കാതും കൂർപ്പിച്ച് നിന്റെ ബോസായ മഹാദേവന്റെ കാവൽക്കാരായി നടന്ന ഇവർ ഒന്ന് വിരൽ ഞൊടിച്ചപ്പോ എന്റെ കൂടെ പോന്നു. ഇനി എനിക്ക് വേണ്ടത് നിന്നെയാണ്. മഹാദേവന്റെ വിശ്വസ്തനും വലങ്കയുമായിരുന്ന ആനന്ദിനെ. എന്റെ പട്ടി വരും നിന്റെ കൂടെ. ഈ ചെറ്റകളെ പോലെ എന്റെ വിലയ്ക്ക് വാങ്ങാൻ കഴിയടാ ആൻഡ്രൂസ്. ഓ, നീ നന്നായി സംസാരിക്കുന്നു. പാവം, ജീവിക്കാനുള്ള വെമ്പലിനിടയിൽ മുംബൈയിലെ പുതിയ സമാചാരങ്ങളൊന്നും അറിഞ്ഞില്ലേ കുഞ്ഞെ? ഒരേ സമയം ഇന്ത്യയിലെ 4 മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഞാൻ പ്ലാൻ ചെയ്ത ഓപ്പറേഷൻസ്
രാജസ്നേഹിയായ നിന്റെ ബോസ് ഇന്റലിജൻസിന് ഒറ്റുകൊടുത്തു. ദാറ്റ്സ് ബാഡ്. എനിക്ക് നഷ്ടപ്പെട്ടത് ചില്ലറയല്ല, വിദേശത്ത് നിന്നും ഒഴുകിയെത്തേണ്ട കോടികളായിരുന്നു. കോടികൾ. നഷ്ടപ്പെടുന്നവന്റെ വേദന അറിയിക്കും ഞാൻ അവനെ. നിന്റെ ബോസ് മഹാദേവന്റെ പതനം കാണണം. അവന്റെ സാമ്രാജ്യം പൊതുവെ തകർക്കണം. അതിന് എനിക്ക് നിന്നെ വേണം. ദേ, ഒന്നുകിൽ അവനെതിരെ എന്റെ കൂടെ നിൽക്കാം ജീവനോടെ, അല്ലെങ്കിൽ എനിക്കെതിരെ അവന്റെ കൂടെ നിൽക്കാം വെറും ശവമായിട്ട്. പറയേ, ഏതാ എനിക്ക് ഇഷ്ടം? നീ പോടാ പന്നെ, എന്റെ രോമത്തിൽ പോലും തൊടുകടാ നീ. കുഞ്ഞുണ്ണിയെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്, കൊണ്ടുപോവുകയും ചെയ്യടാ. അപ്പൊ നിനക്ക് കൂടെ കൊണ്ടുപോകണം കുഞ്ഞുണ്ണി അല്ലേ? പക്ഷെ എങ്ങനെ മാർട്ടിൻ? ഇനി ഒന്നുകൂടി ആലോചിക്കും, എന്നിട്ട് തീരുമാനിക്കും. ഈ പൊന്നുമോൻ ജീവിച്ചിരിക്കണമെന്ന് ആൻഡ്രൂസിന് വലിയ നിർബന്ധമൊന്നുമില്ല. Follow me. അയ്യോ, ആൻഡ്രൂസിനോടാണോ കളി? എന്തിനാടാ ഇവരൊക്കെ? നിന്റെ ശവം ചുമക്കാനോ? കിട്ടില്ല. നിന്റെ തല വെട്ടിയെടുത്ത് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യണം എനിക്ക്. മുംബൈയിലെ നിന്റെ ബോസ് മഹാദേവന് ഒരു ചെറിയ ഗിഫ്റ്റ് ആയിട്ട്. പാവം. കിട്ടില്ല മോളെ നിനക്ക് അവനെ. നിർത്തറ പട്ടി, ചങ്കുറ്റുള്ളവന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അടിക്കാൻ വേണ പുല്ലന്റെ മോനെ. വിടില്ല ഞാൻ ഒന്നിനെയും. ഓർത്തോ, ഇതൊരു അരക്കില്ലമാ. ഇതിനകത്തിട്ട് കത്തിച്ച് കളയും ഞാൻ എല്ലാത്തിനെയും. വിളിക്ക്, സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്ക്. ഇവിടെ ഏത് പൊന്നു തമ്പുരാനാ നിങ്ങളെ രക്ഷിക്കാൻ? പറ, ദൈവത്തിന്റെ ഏത് അവതാരമാ? തുടങ്ങിക്കോ.
ഇത്രയേ ഉള്ളൂ സംഗതി. നോക്ക്, ഈ സുനാപ്പി നിന്റെ അണ്ണാക്കിനകത്ത് കയറ്റി വെച്ച് പൊട്ടിച്ചാലുണ്ടല്ലോ മോനെ. ദേവാ പ്ലീസ്. ഇല്ല, ഈ മുതലക്കണ്ണീര് കണ്ട് ഒരിക്കൽ നിന്നെ വെറുതെ വിട്ടതാണ് ഞാൻ. നോക്ക്, നമ്മൾ രണ്ടുപേരും അസുരന്മാരാ. പക്ഷെ കൂടുതൽ സൂത്രം കാട്ടുന്ന നിന്റെ ഗതി ഭസ്മാസുരന്റെ. ആഗ്രഹിച്ച മാരക ശക്തി നിനക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ജുഹു ബീച്ചിൽ കാറ്റുകൊണ്ടിരിക്കാറുള്ള നിന്റെ തിരുവല്ലക്കാരി കെട്ടിയോള് കൊച്ചു ത്രേസ്യോട് പറ, ഊട്ടിയിലെ ഉല്ലാസയാത്രക്കിടയിൽ ഈ മഹാദേവൻ ഒരു തമാശ കാണിച്ചു. ഇനി നിന്റെ മക്കളോടും മറ്റു പിള്ളാരോടും ഒപ്പം മുട്ടിലിഴഞ്ഞ് പിച്ച വെച്ച് പഠിച്ച് നീ വീണ്ടും വാ ഈ മഹാദേവനോട് മത്സരിക്കാൻ. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ഞാൻ നിന്നെ പഠിപ്പിച്ച ആദ്യ പാഠം അതാണ്. പക്ഷേ നിന്നെ പിന്തുടരുന്ന ബോസ് ഞാനല്ല, ആൻഡ്രൂസ് ആണെന്ന് നീ മനസ്സിലാക്കിയില്ല. എനിക്ക് നിന്നെ കൊണ്ടുപോകണമെങ്കിൽ ഇത്രയും വലിയ ജഗപുകയുടെ ആവശ്യമൊന്നുമില്ല. ഒരു നിമിഷം മതിയായിരുന്നു, ഒരു നിമിഷം. രക്ഷപ്പെടട്ടെ എന്ന് കരുതി വിട്ടു തന്നതാ ഞാൻ. എനിക്ക് കിട്ടാത്ത ജീവിതം നിനക്ക് കിട്ടട്ടെ എന്ന് കരുതി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സീതക്കുട്ടിയായിട്ടുള്ള ജീവിതം നിനക്കൊരു കടം കഥ മാത്രമായി. വിഷമം തോന്നി. നിന്നെ വെറുക്കാനുള്ള ഈ കുട്ടിയുടെ റീസൺസ് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. പ്രായച്ചിത്തമായി അന്ധേരിയിലെ ഇവളുടെ വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരെ കണ്ടു. അവർക്കൊക്കെ പൂർണ്ണ സമ്മതം. പിടിച്ചോ. ഇനി എത്രയും പെട്ടെന്നൊരു താലി കെട്ടി പരസ്പരം സ്നേഹിച്ച് മക്കളെ ജീവിക്കും. ഒരു കാര്യം മാത്രം മഹാദേവൻ ഉറപ്പു തരുന്നു, ഇനി നിങ്ങളുടെ നിഴലിനെ പോലും ആരും തൊടില്ല. സംഭവിച്ചതെല്ലാം നല്ലതിന്. സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും ഒക്കെ നല്ലതിന്. മനസ്സിലായല്ലോ? ഒരബദ്ധം ഏത് ഭാസ്കരനും പറ്റും. പക്ഷെ അതിൽ നിന്നൊരു പാഠം പഠിക്കുന്നവനാണ് മൂളയുള്ള ഭാസ്കരൻ. ചിലപ്പോ ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ഭാസ്കരൻ ഇപ്പൊ ചിന്തിക്കുന്നത്. മുംബൈയിലെ എന്റെ കണ്ണാടി വീടിന്റെ ഉമ്മറത്തൊരു ചാരു കസേര വലിച്ചിട്ടിരുന്നാ മതി, മഹാദേവനെല്ലാം അറിയും. എല്ലാം സ്വർണ്ണ കൂട്ടിലാണെങ്കിൽ പോലും ബന്ധനം ബന്ധനം തന്നെയാണ്. വെറും കവിതയല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം. ഒരിക്കൽ ഇവിടുത്തെ ഒരു ടോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു ഞാനും. സ്നേഹത്തിന് പോലും ഫീസ് വാങ്ങിക്കുന്ന ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഞാൻ ഒടുവിൽ ചെന്നെത്തിയതോ മുംബൈയിലെ വൃത്തികെട്ട ഗലികളിൽ. വാശിയായിരുന്നു, വെറുപ്പായിരുന്നു. ടൈം ടേബിൾ പ്രകാരം എന്നെ സ്നേഹിച്ച അച്ഛനമ്മമാർ തൊട്ട് എന്നെ വേറിട്ട് കാണുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നാടിനോട് വരെ. അമിതമായ അനുകരണം ആപത്താണ്. സായിപ്പന്മാരുടെ ഭാഷയും വേഷവും പാട്ടും കൂത്തും മമ്മിയും ഡാഡിയും സംസ്കാരവും ഒക്കെ ഇളം പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന തന്തമാരെയും തള്ളമാരെയും മുക്കാലിൽ കെട്ടിയിട്ട് അടിക്കണം. അതാ മഹാദേവന്റെ പക്ഷം. മലയാളം നമ്മുടെ പെറ്റമ്മയാണ്. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും നമ്മുടെ നാടിനെ, നമ്മുടെ ഭാഷയെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കാൻ പഠിക്കണം. പഠിപ്പിക്കാൻ വന്ന അച്ഛനെ ഒരുപാട് പഠിപ്പിച്ച പൊന്നുമോനിങ് വന്നേ. കൈനിറയെ ഡോളറുമായി ഈ ലോകത്തിലെ ഏത് സൂപ്പർ മാർക്കറ്റിലും മോനെ ഞാൻ കൊണ്ടുപോകാം. പണം കൊടുത്താൽ നമുക്കവിടെ എന്തും വാങ്ങാൻ കിട്ടും, അച്ഛനെ അമ്മയെ ഒഴികെ. ഇതാണ് നിന്റെ അച്ഛൻ. ഈ അച്ഛനെ പോലെ നിന്നെ സ്നേഹിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഇതാ കൈവിട്ടുപോയ നിന്റെ മകൻ കുഞ്ഞുണ്ണി. മോൻചല്ല, ഈ കോപ്പിലെ പഠിപ്പും കളഞ്ഞ് ഇവനെയും കൊണ്ട് നാട്ടിലേക്ക് പോകും. കോഴി കൂവുമ്പോ എഴുന്നേറ്റ് ഉമിക്കിരി കൊണ്ട് പല്ല് തേപ്പിച്ച് കിണറ്റിലെ വെള്ളം കൊണ്ട് കുളിപ്പിച്ച് വയറ് നിറയെ പുട്ടും കടലയും വാങ്ങിച്ചു കൊടുത്ത് ഇവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്.
വൈകുന്നേരം പണി കഴിഞ്ഞ് 4 കുപ്പി കള്ളടിച്ച് ഇവനിത്തിരി പരിപ്പ് വടയുമായി നീ വരുമ്പോ അവൻ പഠിച്ചോളും. കേട്ടപ്പോ തന്നെ കുളിര് പോലും. അരനാഴിക്ക് മുമ്പേ മക്കളെയും വാരിപ്പെറുക്കിയെടുത്ത് നാട്ടിലേക്ക് പോകാൻ എനിക്ക് കൊതിയാവും. പോണം, പോയേ പറ്റൂ. എവിടെയൊക്കെ പറന്ന് നടന്നാലും എന്തൊക്കെ തരികട കാണിച്ചാലും ഒടുവിൽ നമ്മളെല്ലാവരും പിറന്ന മണ്ണിൽ തന്നെ തിരിച്ചെത്തും. തിരിച്ചെത്തണം. ഉം. സാറ് വന്നത് വളരെ നന്നായി. ബോസ് വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിന് ഒട്ടും പ്രസക്തിയില്ല. ഞാൻ വരും. ഇതുപോലുള്ള ആപൽഘട്ടങ്ങളിൽ സർവചരാചരങ്ങളെയും രക്ഷിക്കാൻ എത്തുന്ന സാക്ഷാൽ മഹാദേവനെ പോലെ ഈ മഹാദേവൻ ഇനിയും വരും. ഹായ് എന്റെ സ്കൂള്. കുഞ്ഞുണ്ണിയെ, ഹെഡ് മാസ്റ്റർ കാല് പിടിച്ചിട്ട് എവിടെ 2ാമത് അഡ്മിഷൻ കിട്ടിയത്. നമുക്ക് കുറുപ്പ് മാഷ മലയാളം സംസ്കൃതം എല്ലാം മതിയല്ലേ? നമസ്തേ മാഷ്. ക്ഷമിക്കണം മാഷെ, എനിക്ക് എന്റെ കുഞ്ഞുണ്ണിക്ക് ഇവിടത്തെ പഠിത്തം മതി. വരട്ടെ. ആകാശത്തുണ്ടത്ത അത്തിമര കൊമ്പത്തുന്നു വാ എൻ കുരു നീനു താരാട്ട